സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന അറബികളെ ആയിരിക്കും അമേരിക്ക കണ്ട് ശീലിച്ചിട്ടുള്ളത്. അമേരിക്ക എന്ന് കേൾക്കുമ്പോഴേ മുട്ട് വളയ്ക്കുന്നവരെ മാത്രം കണ്ട് ശീലിച്ചവർക്ക് ഇറാനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാകില്ല. കാരണം സ്വന്തം രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് ഇറാൻ എന്ന് ഇതിനോടകം തന്നെ അവർ തെളിയിച്ചു കഴിഞ്ഞതാണ്. വീണ്ടും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആ കാര്യം ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. ഇറാൻ അമേരിക്കയുടെ മുന്നിൽ കീഴടങ്ങില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം ലോകത്തോട് വീണ്ടും പറയുകയാണ്. അമേരിക്കൻ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇറാൻ കീഴടങ്ങില്ലെന്ന് രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനെ അനുസരണ പഠിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ രാജ്യം ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇറാൻ ജനതയുടെ ദൃഢനിശ്ചയത്തെ തകർക്കില്ലെന്നും ഖമേനി കൂട്ടിച്ചേർത്തു. അമേരിക്ക അടുത്ത കാലത്തായി ഇറാനെ കാര്യമായി ദ്രോഹിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഇഷ്ടത്തിന് വഴങ്ങില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി അമേരിക്ക നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇറാന്റെ സമ്പദ് വ്യവസ്ഥ നശിപ്പിക്കാൻ ശ്രമിച്ചു. പശ്ചിമേഷ്യയിലെ വലിയ ശക്തിയായി വളരുന്ന ഇറാനെ മിണ്ടാതാക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ കൂട്ടുപിടിച്ച് ഇറാനെ നശിപ്പിക്കാൻ വേണ്ടി അമേരിക്ക പലതും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് ഇറാൻ നിലപാടെടുത്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയും വർദ്ധിച്ചു. ഈ ശത്രുതയുടെ പ്രധാന ആയുധങ്ങളിലൊന്നായി അമേരിക്ക ഉപയോഗിക്കുന്നത് സാമ്പത്തിക ഉപരോധങ്ങൾ തന്നെയാണ്. ഇറാന്റെ ആണവ പദ്ധതികളും പശ്ചിമേഷ്യയിലെ സ്വാധീനവും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഉപരോധങ്ങൾ ചുമത്തുന്നത്. എന്നാൽ ഈ ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുകയും സാധാരണ ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ വിൽപ്പനയാണ് ഉപരോധങ്ങളിലൂടെ അമേരിക്ക ലക്ഷ്യമിട്ടത്. ഇറാന്റെ എണ്ണ കയറ്റുമതി ഗണ്യമായി കുറഞ്ഞതോടെ രാജ്യത്തിന്റെ വരുമാനം കുത്തനെ ഇടിഞ്ഞു. ഇത് റിയാലിന്റെയും അതായത് ഇറാൻ കറൻസിയുടെ മൂല്യം ഇടിയുന്നതിനും പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിക്കുന്നതിനും കാരണമായി. അന്താരാഷ്ട്ര ബാങ്കുകളുമായി ഇറാനുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് വിലക്ക് വീണതോടെ ഇറക്കുമതിക്ക് ആവശ്യമായ വിദേശ കറൻസി കണ്ടെത്താൻ രാജ്യമേറെ പ്രയാസപ്പെട്ടു. ഇത് അവശ്യ സാധനങ്ങളുടെയും മരുന്നുകളുടെയും ലഭ്യത കുറയ്ക്കുന്നതിനും വില വർധനവിനും ഇടയാക്കി. ഇറാനെ ദുർബലപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് ഇസ്രായേൽ പൂർണ്ണ പിന്തുണ എന്നും നൽകുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രായേൽ കാണുന്നത് ഇറാനെ തന്നെയാണ്. അതിനാൽ തന്നെ ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന നീക്കങ്ങളെ ഇസ്രായേൽ സ്വാഗതം ചെയ്യുന്നു. ഇറാനുമായി അടുപ്പമുള്ള സിറിയയിലെയും മറ്റ് രാജ്യങ്ങളിലെയും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണങ്ങളും നടത്താറുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണിയും ഇസ്രായേൽ പലകുറി മുഴക്കിയിട്ടുണ്ട്. സൈനികപരമായും സാങ്കേതികപരമായും ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഈ കൂട്ടുകെട്ടിലൂടെ നടക്കുന്നുണ്ട്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയത് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമാണെന്ന ആരോപണങ്ങൾ ഉയർന്നു വരുന്നിട്ടുണ്ട്. ഇറാന്റെ സൈബർ മേഖലയിലും ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതായി പറയപ്പെടുന്നു. ഗൾഫ് മേഖലയിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ, ഹോമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ എന്നിവയെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ വർദ്ധിപ്പിക്കാൻ മാത്രമാണ് സഹായിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ താൽപര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ലബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ പോലുള്ള സായുധ ഗ്രൂപ്പുകൾ ഇറാൻ പിന്തുണ നൽകുന്നുവെന്ന് അമേരിക്ക ആരോപിക്കുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിൽ സ്വന്തം ശക്തി നിലനിർത്താൻ വേണ്ടിയാണ് ഇറാൻ ഇത് ചെയ്യുന്നതെന്നും അതൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണെന്നുമാണ് ഇറാന്റെ വാദം. ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് തടയുക, മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നീ നയങ്ങളോടെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. എന്നാൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ നിലപാടുകൾ കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ തുടരുകയും അതിന്റെ ഭാരം ഇറാനിലെ സാധാരണ ജനങ്ങൾ വഹിക്കുകയും ചെയ്യേണ്ടി വന്നു. അമേരിക്കൻ ആവശ്യങ്ങൾക്ക് കീഴടങ്ങില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രസ്താവന ഇറാനും അമേരിക്കയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ശത്രുതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഈ വൈരാഗ്യത്തിന്റെ മൂലകാരണങ്ങൾ രാഷ്ട്രീയവും അതുപോലെ തന്നെ ചരിത്രപരവുമായ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ചരിത്ര വസ്തുത കൂടി ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അമേരിക്ക ഇറാൻ ശത്രുത ആരംഭിക്കുന്നത് 1951-ലാണ്. ഇറാനിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന മൊഹമ്മദ് മെസാദെഗിനെ അമേരിക്കൻ സിഐയും ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6ഉം ചേർന്ന് അട്ടിമറിച്ചു. ഇറാന്റെ എണ്ണ വ്യവസായം ദേശസാൽക്കരിക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കമാണ് ബ്രിട്ടനെ ചൊടിപ്പിച്ചത്. ഇറാനിൽ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം വർദ്ധിക്കുമോ എന്ന ഭയം കാരണം അമേരിക്കയും ഈ അട്ടിമറിക്ക് പൂർണ്ണ പിന്തുണ നൽകി. ഈ അട്ടിമറിക്ക് ശേഷം US അനുകൂലിയായിട്ടുള്ള ഷാ മുഹമ്മദ് റസ പഹൽവിയുടെ ഏകാധിപത്യ ഭരണം ഇറാനിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഷായുടെ ഭരണം അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചപ്പോൾ ഇറാനിയൻ ജനതയിൽ അമേരിക്കയോടുള്ള വിദ്വേഷം വളരുകയാണ് ചെയ്തത്. ഷായുടെ അഴിമതി നിറഞ്ഞ ഭരണത്തോടും അമേരിക്കൻ ഇടപെടൽ
ഇടപെടലുകളോടുമുള്ള ജനങ്ങളുടെ പ്രതിഷേധം 1979 ഇസ്ലാമിക വിപ്ലവത്തിന് വഴിതെളിച്ചു. ആയത്തുള്ള റുഹുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ വിപ്ലവം ഷായെ രാജ്യത്ത് നിന്ന് പുറത്താക്കി. വിപ്ലവത്തിന് ശേഷം ഖൊമേനി അമേരിക്കയെ മഹാപിശാചി എന്നാണ് വിശേഷിപ്പിച്ചത്. തുടർന്ന് ടെഹ്റാനിലെ US എംബസി ഉപരോധിക്കുകയും 52 അമേരിക്കൻ നയതന്ത്രജ്ഞരെ 444 ദിവസത്തേക്ക് ബന്ദികളാക്കുകയും ചെയ്ത സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വഷളാക്കി. 1980 മുതൽ 88 വരെ നടന്ന ഇറാൻ-ഇറാഖ് യുദ്ധവും ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കി. അതായത് ഈ യുദ്ധത്തിൽ ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ അമേരിക്ക പിന്തുണച്ചു. ഇത് ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു നയമായിരുന്നു. ഈ സമയത്ത് അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നിന്നുള്ള വെടിയേറ്റ് ഇറാന്റെ യാത്രാവിമാനം തകരുകയും 290 പേർ കൊല്ലപ്പെടുകയും ചെയ്തത് സംഘർഷം കൂടുതൽ വഷളാക്കി. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങി. 2015 ഒബാമ ഭരണകൂടം ഇറാനുമായി ഒരു ആണവ കരാർ ഒപ്പിട്ടുവെങ്കിലും 2018 ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറി. ഇത് ഉപരോധങ്ങൾ വീണ്ടും ശക്തമാക്കാൻ കാരണമായി. ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഷിയ സായുധ സംഘങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് അമേരിക്ക ആരോപിക്കുന്നുണ്ട്. സിറിയ, യമൻ, ലെബനൻ എന്നിവിടങ്ങളിലെ പ്രശ്നങ്ങളിൽ ഇരു രാജ്യങ്ങളും രണ്ട് ചേരികളിലായിട്ടാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഹമാസിന് ഇറാൻ നൽകുന്ന പിന്തുണയും ഈ തർക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ 1953 അട്ടിമറിയിൽ തുടങ്ങി 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ശക്തിപ്പെട്ട ഈ ശത്രുത ആണവ പ്രശ്നങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും കാരണം ഇന്നും തുടർന്നു വരികയാണ്. അമേരിക്കയുടെ ഇടപെടലുകൾക്ക് കീഴടങ്ങില്ലെന്ന ഖമേനിയുടെ നിലപാട് ഈ ദീർഘകാല വൈരാഗ്യത്തിന്റെ പ്രതിഫലനം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന രഹസ്യമായിട്ടുള്ള ഒരു വൈരാഗ്യം കഴിഞ്ഞ ഏപ്രിൽ മാസത്തോടുകൂടി ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് വഴിമാറുന്നുണ്ട്. ഇറാനും ഇസ്രായേലും ആദ്യമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ, അതായത് ജൂൺ മാസത്തിൽ വലിയ സംഘർഷത്തിലേക്ക്, അതായത് 12 ദിവസത്തെ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. ഈ സംഘർഷം പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയും അതിൽ അമേരിക്ക വഹിച്ച പങ്ക് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തു. 2024 ഏപ്രിൽ 1 സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാനിയൻ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമാണ് ഈ സംഘർഷത്തിന് തിരികൊളുത്തിയത്. ഈ ആക്രമണത്തിൽ 2 ഉന്നത ഇറാനിയൻ ജനറൽമാർ ഉൾപ്പെടെയുള്ള നിരവധി സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഈ നടപടിക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിന് നേരെ 300-ലധികം ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടു. ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിന് നേരെ ഒരു നേരിട്ടുള്ള സൈനിക നീക്കം നടത്തുന്നത്. ഈ ആക്രമണങ്ങൾ ലോകരാഷ്ട്രങ്ങളെ മുഴുവനായിട്ട് ഞെട്ടിച്ചു. എന്നാൽ ഇസ്രായേലിന്റെ സൈനിക പ്രതിരോധ സംവിധാനവും അമേരിക്ക, ബ്രിട്ടൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായവും കാരണം ഇറാന്റെ മിസൈലുകളിൽ ഭൂരിഭാഗവും ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തകർക്കപ്പെട്ടിരുന്നു. ഈ സംഘർഷത്തിൽ അമേരിക്കയുടെ പങ്ക് നിർണായകമാണ്. കാരണം ഇറാൻ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ അമേരിക്ക ഇസ്രായേലിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ അമേരിക്കൻ വ്യോമസേന ഇസ്രായേലിനോടൊപ്പം പ്രവർത്തിച്ചു. ഇറാഖ്, സിറിയ, ജോർദാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് US സൈനികർ ഇറാൻ ആക്രമണങ്ങളിൽ പ്രതിരോധിക്കുന്നതിൽ പങ്കെടുത്തു. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ ഐറൺ ഡോമിന് അമേരിക്ക എല്ലാ സാങ്കേതിക പിന്തുണയും നൽകി. തിരിച്ചടിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ടിടപെട്ടു. ഇസ്രായേലിനെ തൊട്ട് കളിക്കാൻ ഇറാൻ ഒരിക്കലും സാധിക്കില്ല എന്ന അമേരിക്കയുടെ ദീർഘവീക്ഷണത്തെ തകർത്തുകൊണ്ടായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം വന്നത്. ഇറാൻ മിസൈൽ വർഷം നടത്തി ഇസ്രായേലിനെ വിറപ്പിച്ചു നിർത്തുന്നത് ലോകം കണ്ട കാഴ്ചയാണ്. അതിനുശേഷം വെടിനിർത്തൽ വന്നുവെങ്കിലും സംഘർഷ സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള സംഘർഷം ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന് വഴി തുറക്കുമോ എന്ന ഭയം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഇറാൻ അനുകൂല മിലിഷ്യകൾ എന്നിവയെല്ലാം സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഈ മേഖലയിൽ കൂടുതൽ ശക്തമാവുകയും അത് ഇറാനെ പോലുള്ള രാജ്യങ്ങളുടെ എതിർപ്പിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷം ഗസയിലെ യുദ്ധത്തിൽ നിന്ന് ലോകശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണെന്നാണ് ചിലർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ തങ്ങളുടെ സ്വാധീനം നിലനിർത്താനുള്ള ശ്രമമാണ് തുടങ്ങുന്നത്. ഈ ശക്തി പോരാട്ടം പശ്ചിമേഷ്യയുടെ ഭാവിയെ കൂടുതൽ അനിശ്ചിതത്തിലാക്കുന്നു എന്ന് പറയാതെ വയ്യ. എന്തായാലും ഇറാൻ ഒരിക്കലും അമേരിക്കയുടെ മുന്നിൽ മുട്ടുകുത്തില്ല എന്ന് അവർ ആവർത്തിക്കുകയാണ്. അങ്ങനെ ഒരു ചരിത്രം ഇറാൻ അവകാശപ്പെടാനുമില്ല. ഇറാന്റെ അയൽക്കാരായ പല രാജ്യങ്ങളും അമേരിക്കയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി നിലപാട് സ്വീകരിക്കുന്നതിൽ ഇറാൻ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.